അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലൈഹി വസല്ലം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് ഇവിടെ മുഹമ്മദ് നബി നീതിയുടെ സാക്ഷ്യം എന്ന വിഷയമായി സംസാരിക്കുവാനുണ്ട്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് സത്താർ മമ്പാട് അവറുകളാണ്. അദ്ദേഹം പൊന്നാനി മസ്ജിദ് സലാമിലെ ഖത്തീബ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് സവിസ്തൃതം കേൾക്കുകയും പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അതിലുപരി ഞങ്ങളുടെ എന്നെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നല്ലവരായ ദീനിനെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ചെറിയ ഖിറാഅത്ത് നടത്തുന്നതിന് വേണ്ടി അസാദ് ഇസ്ലിയെ ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. صدق الله العظيم. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ വലിയ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സത്താർ മമ്പാട് സാഹിബെ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنشأ وبرأ وخلق الماء والثرى وبدع كل شيء بدرا لا يغيب عن بصره صغير النمل في الليل إذا ثرى ولا يعزب عن علمه مثقال ذرة في الأرض ولا في السماء له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. اللهم صل على سيدنا محمد في الأولين وصل على سيدنا محمد في الآخرين وصل على سيدنا محمد في الملأ الأعلى إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹതരോട് നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന് ഏറെ ഇഷ്ടകരമായ സദസ്സുകളിലൊന്നായി നമ്മുടെ ഈ സദസ്സിന് അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് ആ പ്രവാചകനെക്കുറിച്ച ഗൗരവപ്പെട്ടൊരു വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ഒരുപാട് പാടുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടും ഇന്നും പ്രവാചകൻ്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി, പ്രവാചകൻ്റെ അധ്യാപനങ്ങളുടെ ഗഹനമായ ചർച്ചകൾക്ക് വേണ്ടി ലോകത്തെമ്പാടുമുള്ള സഹോദരികൾ ഇതുപോലെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെ ആ പ്രവാചകൻ്റെ മഹത്വത്തെ ഉയർത്തുന്നതാണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടുന്നൊരു കാര്യമാണ്. ആരായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? എന്തായിരുന്നു ആ പ്രവാചകൻ ഈ ഭൂമിയിൽ നിർവഹിച്ച ദൗത്യം? ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ ബാധ്യതയായി തീരുന്നത്. കാരണം നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ ആദർശത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നൊരു സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്ന ഭാഗം, നിങ്ങൾ ആ റസൂലിനെ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കുവാനും പിൻപറ്റുവാനും സാധിക്കണമെന്നുള്ളതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം അത് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ പണി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ആ പ്രവാചകൻ്റെ സുന്നത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒന്നാമത്തെ ഭാഗം ആരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളതാണ്. അതിന് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ആദ്യത്തെ മറുപടി മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലൊരു സാധാരണ മനുഷ്യനല്ല. മുഹമ്മദ് ബിൻ അബ്ദില്ലയല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായ മുഹമ്മദുമല്ല, അബ്ദുമനാഫിൻ്റെ കുടുംബ പരമ്പരയിൽ വരുന്ന ഹാഷിം കുടുംബത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ടല്ല നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കേണ്ടുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ റസൂലായ, അള്ളാഹുവിൻ്റെ ദൂതനായ ഒരു മനുഷ്യനാണ് ഈ പ്രവാചകൻ. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. യത്ലൂ അലൈഹിം സുഹുഫൻ മുതഹ്ഹറ. പരിശുദ്ധമായ ഏടുകൾ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു പ്രവാചകൻ. പ്രവാചകൻ എന്നുള്ളതാണ്, റസൂലുള്ളാഹ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ ഡെസിഗ്നേഷനായി, പ്രവാചകൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഖുർആൻ നമ്മോട് ഊന്നി പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു സമയത്ത് വളരെ കാർക്കശ്യത്തോട് കൂടിയിട്ട് മുസ്ലിം ഉമ്മത്തിനോട് ഉണർത്തുന്നൊരു ബോധമുണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളുടെ ഇടയിലുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനായ ഒരു മനുഷ്യനാണ്. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും. ആ പ്രവാചകൻ നിങ്ങളെയാണ് അനുസരിക്കണമെന്നുള്ളത് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വർത്തമാനങ്ങൾ റസൂല് പറയണമെന്നുള്ളതും നിങ്ങളിപ്പോൾ കൈകൊള്ളുന്ന നിങ്ങളുടെ ജീവിത രീതികൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കുമൊത്ത് പ്രവാചകൻ മതവിധികൾ പറയുകയും ചെയ്യണമെന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലഅനിതും, അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രയാസം
മനസ്സിലാക്കുക. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൽ ഹുജറാത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് അല്ലാഹു ഉണർത്തുന്നൊരു ബോധമാണ്. മുസ്ലിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പ്രവാചകനാണ് എന്നത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന വർത്തമാനങ്ങളല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ നബിയുടെ മുന്നിൽ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തി പോകരുത്, നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. വലാ തജഅറൂ ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅ്മാലുകും. നിങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളെയും നിങ്ങൾ വിളിക്കുന്നത് പോലെ ഒച്ചയിട്ട് ശബ്ദത്തിൽ പേര് വിളിക്കുകയും അങ്ങനെ ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഈ റസൂലിന്റെ മുന്നിൽ സംസാരിച്ചു പോകരുത്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ പ്രവാചകന്റെ ഗാംഭീര്യത്തെ, ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, സ്വഹാബാ കിറാമുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിനെ അവർ കാണുന്ന കാഴ്ചയും അതാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ റസൂൽ എന്ന് സ്നേഹിച്ചു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സ്നേഹം മാത്രമല്ല റസൂലിന് അവർ കൊടുക്കുന്നത്, സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ നിർബന്ധ ബാധ്യതയായിട്ടാണ് ദീൻ പഠിപ്പിക്കുന്നത്. സ്നേഹം, പ്രവാചക സ്നേഹം എന്നുള്ളത് ഒരു ഖുതുബയുടെ വിഷയം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്റെ വിഷയം, ഏതെങ്കിലും ഒരു ലേഖനത്തിന്റെ ടൈറ്റിലിന്റെ അതിന്റെ ഒരു ടൈറ്റിലിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു വാചകമായിട്ട് മാത്രമല്ല നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. പ്രവാചക സ്നേഹം എന്നുള്ളത് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്, പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവ റബ്ബാണ് സത്യം, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ചില ഹദീസിൽ മിൻ വൽദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നത് വരെ നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല. അഥവാ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം പോലും പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്നേഹം ഏതർത്ഥത്തിലാണ്, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. പക്ഷെ പ്രവാചകനെ സ്നേഹിക്കാതെ, റസൂലിനോടുള്ള സ്നേഹം ഒരാൾക്ക് പൂർത്തിയാവാതെ ഒരാൾക്കും വിശ്വാസിയാവുക സാധ്യമല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. റസൂലിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിശ്വാസി സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിൽ ഒരു വിധി പറയുകയും ആ വിധി സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് പിന്നീട് വൈമനസ്യം തോന്നുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റസൂലിന്റെ അധ്യാപനം ഇതാണ്, പ്രവാചകന്റെ ഹദീസിൽ ഇങ്ങനെയാണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പറയപ്പെട്ടാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രണ്ടാളുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ വിധി തീർപ്പിൽ ഇന്നതാണ് അതിന്റെ തീരുമാനമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വേണോ വേണ്ടേ എന്ന് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവോ റസൂലോ ഇങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ വേണോ വേണ്ടേ എന്ന് സംശയിക്കാൻ പോലും ഒരു വിശ്വാസിക്കും സ്വാതന്ത്ര്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫലാ വറബ്ബിക്, നിങ്ങളുടെ നാഥനാണ് സത്യം, നിന്റെ നാഥനാണ് സത്യം, ലാ യുഅ്മിനു, നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ, ആ റസൂലിനെ പിൻപറ്റുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹം നമ്മൾ മാത്രമല്ല, ആ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല രീതി ലോകത്തെ ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചു തരുന്നുണ്ട് സ്വഹാബാ കിറാമുകൾ. പ്രവാചകന്റെ സ്വഹാബാ കിറാമുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെടാറുള്ളത്, മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് അദ്ദേഹം പ്രവാചകന്റെ അനുയായിയായി സ്വഹാബിയായിട്ട് മാറുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂ സുഫിയാൻ പറയുന്നത്, പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനെ, ഈ മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ എങ്ങനെയാണോ പിൻപറ്റുന്നത്, എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ജനതയെയും ഞാൻ പിന്നെ വേറെ കണ്ടിട്ടില്ല. ഒരു നേതാവിനെയും ഒരു അനുയായിയും ഇതുപോലെ സ്നേഹിക്കുന്നില്ല എന്ന് അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അഥവാ പ്രവാചകനെ സ്നേഹിക്കുന്നതിന് ഏറ്റവും നല്ല മാതൃക സ്വഹാബാ കിറാമുകളാണ്. ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്. പക്ഷെ അവരെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലദീന ആമനു
വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്ന് പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ, പ്രവാചകൻ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് വരുന്ന സമയത്ത് ആ പ്രവാചകനെ കാണുകയും ആ പ്രവാചകന്റെ സന്ദേശത്തെ സത്യപ്പെടുത്തുകയും സകലമായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് എല്ലാ പീഡനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസികളായിട്ട് മാറുകയും ചെയ്തൊരു കൂട്ടം ആളുകൾ. വഅസ്സറൂഹു വനസറൂഹു, അവർ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ ആളുകളാണ്. ആരാരുമില്ലാത്ത സമയത്ത് ഇസ്ലാമിന് കരുത്തു കൊടുത്ത ആളുകളാണ്. പ്രവാചകനെ സഹായിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പ്രവാചകനെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത് മാത്രമല്ല, അവരെ കുറിച്ച് പറയുന്ന വർത്തമാനങ്ങളിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയിട്ടാണ് അവർ കാണുന്നത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ റസൂലിന്റെ അരികിൽ വന്നിട്ട് റസൂലിനോട് പറയാൻ, റസൂലെ, എനിക്ക് എൻ്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോൾ, ഞാൻ എൻ്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നും, എനിക്ക് എൻ്റെ റസൂലിനൊന്ന് കാണണം, എൻ്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം. ആ റസൂലിനുള്ള സ്നേഹം കൊണ്ട് പ്രവാചകനോട് പറഞ്ഞ, പ്രവാചകനെ, ഞാൻ ഇവിടെ വന്ന് മദീന പള്ളിയിൽ വന്ന് താങ്കളെ ഒന്ന് കണ്ടാൽ എൻ്റെ എല്ലാ വേദനയും തീരും. മക്കളുടെ അടുത്ത് നിന്ന്, ഭാര്യയുടെ അടുത്ത് നിന്ന് അവരെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി പ്രവാചകനെ സ്നേഹിക്കുന്നതുകൊണ്ട് വീട് വിട്ടിറങ്ങിയിട്ട് അദ്ദേഹം വന്ന് പ്രവാചകനൊന്ന് കാണും. പ്രവാചകനെ കണ്ട എല്ലാ അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷിക്കും, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങും. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയുന്ന ഒരു വർത്തമാനം കണ്ണു നിറച്ചിട്ട് അദ്ദേഹം റസൂലിനോട് പറയാം, റസൂലെ, പക്ഷെ ഈ ബന്ധമൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ലേ കിട്ടുന്നത്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ ആ സ്വർഗലോകത്തേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ താങ്കൾ അമ്പിയാക്കളുടെ ദറജയിലല്ലേ ഉണ്ടാവുന്നത്. സാധാരണക്കാരനായ ഈ സൗബാനെ പോലെയുള്ള ആളുകൾക്ക് താങ്കളെ എങ്ങനെയാണ് റസൂലെ കാണാൻ പറ്റുന്നത്? അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബ കിറാമുകളെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന ഒരു മഹാവർത്തമാനം റസൂൽ പറയുന്നത്. റസൂൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത യാ സൗബാൻ, സൗബാനെ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ ഉണ്ടാവുന്നത്. റസൂലിന്റെ സ്വഹാബാക്കൾ പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിലേറെ സന്തോഷം നൽകിയ വേറെ വർത്തമാനമില്ല. റസൂലിനെ സ്നേഹിച്ചാൽ റസൂലിന്റെ കൂടെ സ്വർഗം കിട്ടുമെങ്കിൽ അതിനേക്കാൾ വേറെ സന്തോഷം കൊടുക്കുന്ന വേറൊരു വർത്തമാനവും പ്രവാചകൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് സ്വഹാബാ കിറാമുകൾ പറയാറുണ്ട്. ആ സൗബാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, പല സ്വഹാബാക്കളും, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയ ആദ്യ നാളുകളിൽ ഒരു ദിവസം പ്രവാചകന് തന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു പേടി തോന്നുക. പേടി എന്നുള്ളതല്ല, പ്രവാചകന് തോന്നുന്നത് ഇന്നത്തെ രാത്രിയിൽ ഒരു പക്ഷെ ഏതെങ്കിലുമൊക്കെ ശത്രുക്കൾ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്നെ ആക്രമിക്കുമോ, ഈ വീട് ആക്രമിക്കുമോ എന്ന് റസൂലിനൊരു ചെറിയ സംശയം. പ്രവാചകൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ വീടിന്റെ പുറത്ത് ആയുധങ്ങൾ കിലുങ്ങുന്ന ഒരു ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂൽ അത്ര പേടിത്തൊണ്ടനൊന്നുമല്ല, പക്ഷെ പ്രവാചകൻ വീടിന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ആരാണ് വീടിന്റെ പുറത്തുള്ളത്? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, ഇത് ഞാനാണ്, സഅദാണ്, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഈ വീടിന് കാവൽ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ റസൂൽ ചോദിച്ചു, എന്തിനാ നീ ഈ സമയത്ത് ഇവിടെ വന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, റസൂല്, ഞാൻ എൻ്റെ വീടിന്റെ അകത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രവാചകന് വല്ല അപകടവും പറ്റുമോ, അതുകൊണ്ട് പ്രവാചകന് പോയിട്ട് ഞാനൊന്ന് കാവൽ നിൽക്കാം, ആ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നിൽക്കാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പാതിരാത്രിയിൽ ആളുകളൊക്കെ ഒരുപാട് ദൂരെ മദീന പള്ളിയിൽ നിന്ന് കുറെ ദൂരെ താമസിച്ചിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു ആയുധവും കയ്യിൽ പിടിച്ചിട്ട് റസൂലിന്റെ വീടിനരികിൽ വന്നിട്ട് കാവൽ നിൽക്കുകയാണ്. റസൂലിനോടുള്ള അവർക്കുള്ള ആത്മബന്ധത്തെ, ഇത് മാത്രമൊന്നല്ല, ഒരുപാട് മഹദികളായ ഒരുപാട് സ്വഹാബ വനിതകൾ, അവരെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഉമ്മൈമ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്നേഹിച്ചിരുന്ന മഹദിയായ, ഒരുപക്ഷെ ആ സമൂഹത്തിലുണ്ടായിരുന്ന വൃദ്ധയായ ഒരു സ്ത്രീ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ പോലും ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയൊക്കെ ഹദീസിൽ ഉദ്ധരിക്കുന്നത് പ്രകാരം ഒരുപക്ഷെ അതുപോലെ കുപ്പിയിലാക്കിയിട്ട് പ്രവാചകനോട് സ്നേഹം കാണിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ, അവരെ തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അത് പ്രവാചകന്റെ ആസാറാണ്, പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ പെട്ടെന്നാണ് വിയർപ്പ് തുള്ളി എന്നുള്ളത്. അത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ചില ആസാറുകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തബറുക്ക് എടുക്കുകയും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിന്റെ കിതാബുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പ്രവാചകന്റെ കാലശേഷമല്ല, പിന്നീട് പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ ആസാറുകളൊക്കെ ചരിത്രത്തിൽ നാമാവശേഷമായി ഇല്ലാതായി പോയിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇപ്പോൾ അത് അവശേഷിക്കുന്നില്ല എന്ന് മഹാനായ ഇമാം നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ,
ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങളെ കുറിച്ച് മുഴുവൻ പഠിക്കുന്ന മഹാന്മാരായ നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് അത്തരം ആസാറുകൾ ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെ പോകാനോ അത്തരം ഒരു ചർച്ചയിലേക്ക് വിഷയത്തെ നീട്ടിക്കൊണ്ടു പോകാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് സ്വഹാബാ കിറാമുകൾ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തൊരു ഗൗരവമുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കേൾക്കാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ചില സമയത്ത് വന്ന് നിൽക്കുന്ന നിൽപ്പ്, പ്രവാചകൻ ഇങ്ങനെ ചില സമയത്ത് സ്വഹാബാ കിറാമുകളോട് ചിലപ്പോൾ പരുക്കമായിട്ട് സംസാരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. പ്രവാചകന്റെ മുഖം ചുവന്നു കൊടുക്കും. സ്വഹാബാക്കൾ ഒരു മനുഷ്യരാണ്. ചില സമയത്ത് അവർക്ക് ചില ശബ്ദമൊക്കെ കൂടുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ അവിടെ അനുസരിക്കാതെ വരുന്ന സമയത്ത് റസൂലിന്റെ മുഖം കനക്കും. റസൂൽ കുറച്ച് കോപിഷ്ഠനായി കൊണ്ട് സംസാരിക്കുമ്പോൾ ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു തവണയല്ല പല ഹദീസിലും കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ കാൽമുട്ട് കുത്തി നിന്നിട്ട് പ്രവാചകനോട് പറയും, ലാ തഗ്ളബ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ ഞങ്ങളോട് കോപിക്കരുത്. ലാ തഗ്ളബ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ ഞങ്ങളോട് കോപിക്കരുത്. ഖദ് റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, ഞങ്ങൾ അല്ലാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകളാണ്. ഈ ഇസ്ലാമിന്റെ കൂടെ ഈ ആദർശത്തെ സ്വീകരിച്ച് സകലമാന പ്രയാസങ്ങളും ഏറ്റെടുക്കാൻ സന്നദ്ധരായി ദീനിന്റെ കൂടെ കൂടിയ ആളുകളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ റസൂലായ താങ്കളെ ഞങ്ങളുടെ നേതാവായി, ഞങ്ങളുടെ നബിയായി, ഞങ്ങളുടെ മോഡലായി അംഗീകരിച്ച ആളുകളാണ്. റസൂലെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റുമ്പോഴേക്ക് നിങ്ങൾ തങ്ങളോട് കോപിക്കരുത്. അഥവാ ഞാൻ ഈ പറയുന്നതിന് അർത്ഥം അവരൊക്കെ സ്വഹാബാ കിറാമുകളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന ഒരു ദറജ, തന്നേക്കാൾ എത്രയോ മഹാനാണ് ഈ പ്രവാചകൻ. ഉമറിനറിയാം, ഉമർ എത്ര തന്നെ സമൂഹത്തിൽ എത്ര വിലപ്പെട്ട മനുഷ്യനാണെങ്കിൽ പോലും ഈ പ്രവാചകന്റെ മുന്നിൽ ഞാൻ നിസ്സാരനാണ്. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർത്തമാനങ്ങൾ പറയുന്നിടത്ത്, റസൂലിന്റെ ഹദീസുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നിടത്ത്, റസൂലിന്റെ അധ്യാപനങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത്, റസൂലിനെ വിമർശിക്കുന്നിടത്ത് നമ്മൾ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ആരെങ്കിലൊക്കെ വർത്തമാനം പറയുമ്പോഴും നമ്മൾ അതിനെ സൂക്ഷിക്കണം. അവർക്ക് നമ്മൾ താക്കീതുകൾ ചെയ്യണം. കാരണം വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, 2 ഭാര്യമാർ, അവർ ചെറിയ തമാശ കാണിച്ചതാണ്. അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് അവർ റസൂലുമായിട്ട് അവർ കാണിക്കുന്ന ചെറിയൊരു കുസൃതിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു ഖുർആനിൽ ഇറക്കുന്ന സൂറത്ത് തഹരീം എന്ന് പറയുന്ന ഒരു സൂറത്ത്, ഒരു തേനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ സൂറത്തിന്റെ വിശദീകരണങ്ങൾ, അതിന് വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ സൂറത്തിന്റെ ആ ആയത്തുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു തആലയും ഹഫ്സ റളിയല്ലാഹു തആലയും ഏറ്റവും പ്രമുഖരായ പ്രവാചകന്റെ 2 പത്നിമാർ, ആ 2 പത്നിമാരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രവാചകനെ വന്ന് കളിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രവാചകനെ വന്ന് വെറുതെ പ്രവാചകൻ വന്ന് തമാശക്ക് താങ്കൾ കുടിച്ചു വന്ന തേനിന് ഒരു മോശം സ്മെല്ലുണ്ടല്ലോ എന്ന് റസൂലിനോട് പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ ആ സൂറത്തിങ്ങനെ എടുത്ത് പഠിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സ്വഗത ഖുലൂബുകുമാ, പ്രവാചകന്റെ പത്നിമാരെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചോ, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനത്തിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം. നിങ്ങൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാൻ, അതാണ് നിങ്ങൾ തൗബ ചെയ്യുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ അറിയണം, ഈ പ്രവാചകന്റെ നേരെ കുതിര കളിക്കാനും പ്രവാചകനെ ഇങ്ങനെ മനസ്സമാധാനം കെടുത്താനുമാണ് ഭാര്യമാരായി നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ പ്രവാചകന്റെ കൂട്ടായിട്ട് അള്ളാഹു ഉണ്ടാവും. ഈ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രം അത് അള്ളാഹുവാണ്. പിന്നെ ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സയ്യിദുൽ മലായിക എന്ന് അറിയപ്പെടുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലാണ് പ്രവാചകന്റെ അടുത്ത കൂട്ടുകാരൻ. അത് അറിയുന്നത് കൊണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് പറയുന്ന വർത്തമാനങ്ങളിൽ അത് കാണാം. പ്രവാചകൻ ഇങ്ങനെ വഫാത്തായി കിടക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല കണ്ണു നിറച്ച് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്, യാ അബതാ അജാബ റബ്ബൻ ദഅ, യാ അബതാ ഇലൽ ഫിർദൗസി മഅവ, യാ അബതാ ഇലാ ജിബ്രീൽ നൻഹ. അവരിങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അള്ളാഹു നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം നൽകി നിങ്ങൾ പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഈ ജന്നാത്തുൽ ഫിർദൗസിലല്ലേ ഇനി നിങ്ങൾ ഉണ്ടാവുന്നത്? അവിടെ വെച്ചല്ലേ ഇനി നിങ്ങളെ കാണാൻ പറ്റുന്നത്? യാ അബതാ ഇലാ ജിബ്രീൽ നൻഹ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളുടെ ഈ മരണവാർത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജിബ്രീലിനെ കൂടി ഞങ്ങൾ അറിയിക്കട്ടെയോ? ജിബ്രീലിനെ ഫാത്തിമ ബീവി വിളിച്ചാൽ കേൾക്കുമെന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം
പറയുന്നത്, ഈ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹബത്തുള്ളത്, പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ളത് അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന് ആ സ്വഹാബാക്കൾക്ക് അറിയാമായിരുന്നു എന്നതാണ് പറയുന്നതിനർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇന്നല്ലാഹു മൗലാഹു വജിബ്രീൽ. ഈ അള്ളാഹുവാണ് പ്രവാചകന്റെ കൂട്ടുകാരൻ, അതുപോലെ തന്നെ ജിബ്രീലാണ്. വസ്വാലിഹുൽ മുഅ്മിനീൻ, അതുപോലെ സജ്ജനങ്ങളായ വിശ്വാസികളാണ്. വൽ മലായികതു ബഅദ ദാലിക ദഹീർ. ഇതിനൊക്കെ ശേഷം ഈ മുഴുവൻ വിശ്വാസികളും മുഴുവൻ മലായികത്തുകളും, സജ്ജനങ്ങളായ വിശ്വാസികൾ മലായികത്തുകളൊക്കെ ഈ പ്രവാചകന്റെ കൂടെയുണ്ട്. നിങ്ങൾ ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ഈ പ്രവാചകനെ പേടിപ്പിക്കരുത് എന്നാണ് ഈ പറയുന്നതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠം ഇതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഈ പ്രവാചകനെ നമ്മൾ പഠിക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടുന്നത് അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രവാചക സ്നേഹികളാണ്, പ്രവാചകനോട് ബന്ധമുള്ള ആളുകളാണ്, പ്രവാചകന്റെ മദ്ഹ് പറയുന്ന ആളുകളാണ്. എവിടെയാണ്, ഏതർത്ഥത്തിലാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നത്? എത്രയാണ് ആ പ്രവാചകനോട് നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടമുള്ളത്? എവിടെയാണ് നമുക്ക് ആ റസൂലിനെ സ്നേഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആ ബന്ധത്തെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആ റസൂലിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ റസൂലിന്റെ ജീവിതം നമ്മൾ അറിയണം. ആ റസൂലിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആ റസൂലിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നമുക്കറിയണം. പ്രവാചകന്റെ ശൈശവത്തെക്കുറിച്ചും പ്രവാചകന്റെ ബാല്യത്തെക്കുറിച്ചും പ്രവാചകന്റെ യുവത്വത്തെക്കുറിച്ചും നുബുവത്ത് കിട്ടിയ നാൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ചും ഒരു സിനിമാ കഥ പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് ശരിക്കും സ്നേഹിക്കാൻ പറ്റുന്നത്. കാരണം ഈ റസൂലിനെ നമുക്ക് അറിയാതെ നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ പറ്റില്ല. റസൂലിനെ കുറിച്ച് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നേരത്തെ ഇവിടെ ഓതിയ ഭാഗത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനോഹരമായി ഖിറാഅത്ത് നടത്തിയ കുട്ടി, അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ, ആ ഖിറാഅത്ത് നടത്തിയ ഭാഗത്ത് പറയുന്ന ഭാഗം അതാണ്, ഈ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ആണുങ്ങളുടെയും പിതാവല്ല. പ്രവാചകൻ ആൺമക്കളില്ലാത്തൊരു സമയത്താണ് ഖുർആൻ ഇത് പറയുന്നത്. ഈ കാണുന്ന മനുഷ്യരുടെ ആരുടെയും പിതാവല്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലാകിൻ റസൂലല്ലാഹ്. എന്നിട്ട് ഖുർആൻ അവിടെയും പറയുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹുവിന്റെ ദൂതനായ ഒരു പ്രവാചകനാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് ഖുർആൻ അതിങ്ങനെ പറയുന്നിടത്ത് ആ പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തമായ ഭാഗം എങ്ങനെ കാണിക്കണമെന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ഖിറാഅത്തിൽ നമ്മൾ ഇവിടെ കേട്ടത്. ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അതിന്റെ തുടർച്ചയിൽ വരുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്റെ മേലിൽ നിരന്തരം സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ രണ്ട് സൂറത്ത് പഠിച്ചാൽ സൂറത്തുൽ ദുഹയും അതുപോലെ തന്നെ സൂറത്തുൽ ഇൻശിറാഉം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക വറഫഅനാ ലക ദിക്റക എന്ന് പറയുന്ന വരികൾ, ആയത്തുകൾ നമ്മൾ ഓതിയാൽ ഈ ഭാഗം നമ്മളിങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകനെ സ്നേഹിച്ചത് എന്നുള്ളത്. നിന്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ല. പകരം നിന്റെ നാമത്തെ നാം ഈ വാനോളം ഉയർത്തിയിട്ടുണ്ട് റസൂലെ എന്ന് പറഞ്ഞ് റസൂലിനെ ആശ്വസിപ്പിക്കുന്ന, റസൂലിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വരികളാണ് സൂറത്തിലുള്ളത്. അതിനിടയിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം യജിദ്ക യതീമൻ ഫആവ. ഇവിടെ നിന്നാണ് നമ്മുടെ റസൂലിനെ പഠിച്ചു തുടങ്ങേണ്ടുന്നത്. ആരാണ് റസൂൽ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിട്ടാണ് ആ പ്രവാചകൻ വളരുന്നത്. അലം യജിദ്ക യതീമൻ ഫആവ, യതീമായിട്ടാണല്ലോ പ്രവാചകനെ താങ്കളെ ഞാൻ കണ്ടത്. ആ സമയത്ത് ഞാൻ താങ്കൾക്ക് സനാദത്ത് നൽകി, പിതാവിനെ നൽകി, ഒരു സംരക്ഷണം നൽകി. പിതാവായ ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ പ്രായം ചെന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വൃദ്ധനായ ഒരു വെല്ലുപ്പയെ ആ പിതാവിന്റെ സകല സ്നേഹവും കൊടുത്ത് പ്രവാചകന് സംരക്ഷണമേകാൻ വേണ്ടിയിട്ട് അള്ളാഹു ബാക്കിയാക്കി. അലം യജിദ്ക യതീമൻ ഫആവ, ആയത്തിന്റെ വിശദീകരണം അതാണ്. ആ പ്രവാചകനെ സംരക്ഷിക്കാൻ അബ്ദുൽ മുത്തലിബിനെ അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന് ശേഷം അബൂ ത്വാലിബിനെ കൊണ്ട് അള്ളാഹു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ ചരിത്രം നമ്മളൊന്ന് ഇങ്ങനെ പഠിച്ചു നോക്കണം. യതീമായ ഒരു കുട്ടി, ഉപ്പയില്ല ഉമ്മയില്ല, ആ അനാഥത്വത്തിന്റെ സകലമാന വേദനയും അറിയുന്ന ഒരു കുട്ടി. അതുകൊണ്ട് ആ ഹദീസിന്റെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോടൊപ്പമൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രായോഗിക ജീവിതത്തിലും അങ്ങനെയാണ്. യതീമായ ഒരു മനുഷ്യന്റെ വേദന അറിയുന്നത് കൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദ. രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് റസൂൽ പറയും, യതീമിനെ സംരക്ഷിക്കുന്നവന് ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. യതീമായ സമൂഹത്തിൽ പുറന്തള്ളപ്പെടുവാൻ സാധ്യതകൾ കൂടുതലുള്ള പിതാവില്ലാത്തൊരു കുട്ടിയെ ഒരു സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുകൾ പരിഗണിച്ചു കൊള്ളണമെന്നില്ല. പിതാവില്ലാത്തൊരു കുട്ടി, അനാഥനായൊരു കുട്ടി ഒരു സമൂഹത്തിൽ വന്ന് ഗൗരവപ്പെട്ട ഒരു വിഷയം പറഞ്ഞാൽ വാപ്പയില്ലാത്തതിന്റെ പേരിൽ ആ വാക്കുകൾക്ക് വില കിട്ടിക്കൊള്ളണമെന്നില്ല. അവരിവിടെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ആളുകൾ ചില അകൽച്ചകൾ പോലും വെച്ചു എന്ന് വന്നേക്കാം. ഇതൊക്കെ മുൻനിർത്തിയിട്ട് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യതീമിനെ സംരക്ഷിക്കുന്നവന് ഞാനും സ്വർഗത്തിൽ നാളെ ഇങ്ങനെയാണ്. രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. യതീമക്കളെ കുറിച്ച് പറയുന്നിടത്ത് ഒരുപാട് തവണ വാചാലമായിട്ട് റസൂൽ പറയും. കാരണം റസൂലിന് അറിയാം അനാഥത്വത്തിന്റെ വേദന എന്താണെന്നുള്ളത്. റസൂൽ പറയുന്നുണ്ട്, എന്റെ മനസ്സ്, ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ആവലാതിപ്പെടുന്ന, റസൂലെ എന്റെ മനസ്സ് കട്ടിയുള്ള മനസ്സാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മനസ്സിന്റെ ആ കിസ്വത്ത്, മനസ്സിന്റെ ഉറപ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ, മനസ്സൊന്ന് സോഫ്റ്റ് ആവാൻ ഞാൻ എന്ത് ചെയ്യണം? റസൂലിന്റെ മറുപടി, നീ പോയിട്ട് ഒരു യതീമായ കുട്ടിയെ തലയോടിയാൽ മതി. യതീമായ ഒരു കുട്ടിയെ പോയിട്ട് നീ തലയോടിയാൽ മതി എന്നുള്ളതാണ്. ഇത് റസൂൽ പറയുന്നത് റസൂലിന്റെ മദീന ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒരു ദിവസമാണ്. മദീന ജീവിതത്തിലാണ് റസൂൽ ഇത് പറയുന്നത്. റസൂലിന് അറിയാം കുട്ടിക്കാലം മുതൽ താൻ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത്. തന്റെ സങ്കടങ്ങൾ പറയുവാൻ, ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ഒരു പിതാവില്ലാതെ പോയതിന്റെ വേദന മുഴുവൻ അറിയുന്ന ഒരു കുട്ടി ആ 50 വയസ്സ് 55 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഇത് പറയുകയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, ഞാൻ രാത്രിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ കൂടെ കടന്നിരുന്ന പ്രവാചകനെ കാണാനില്ല. നമസ്കരിക്കാതിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ റൂമിൽ നോക്കുമ്പോൾ റൂമിൽ കാണാനില്ല. പള്ളിയുടെ അകത്തുണ്ടാവുമെന്ന് കരുതി പള്ളിയുടെ അകത്ത് പോയി നോക്കുമ്പോൾ അവിടെയും കാണാനില്ല. അങ്ങനെ എൻ്റെ സഹോദരനെയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെയും ഈ പ്രവാചകൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞയച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് ദൂരഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് രാത്രിയിൽ. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, എവിടെ നിന്നാ റസൂലെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, ഞാൻ രാത്രിയിൽ എൻ്റെ ഉമ്മാന്റെ ഖബർ കാണാൻ വേണ്ടി പോയതായിരുന്നു. അനാഥത്വത്തിന്റെ വേദന അറിയുന്ന പ്രവാചകൻ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ആ പാതിരാത്രിയിൽ പ്രവാചകൻ മദീനയിൽ നിന്ന് പോയി എന്നാണ്. ഞാൻ ഈ പറയുന്നത്, അനാഥകളോട് പ്രവാചകൻ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കാരുണ്യവും, അവരോട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി കാണിച്ചത് ഈ പ്രവാചകനാണ്. അവരോട് മാത്രമല്ല, സമൂഹത്തിലെ ദുർബലരായ മുഴുവൻ മനുഷ്യരോടും. നമ്മളറിയണം, ഈ പ്രവാചകനെ നമ്മൾ വായിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയാണോ പ്രവാചകനെ വായിക്കുന്നത് ആ രൂപത്തിലാണ് നമുക്ക് പ്രവാചകനെ കുറിച്ച് മനസ്സിലാവുന്നത്. ഖുർആൻ പറഞ്ഞ ഒറ്റ വാക്ക്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പാരത്രിക ലോകത്തെ കൊതിക്കുന്ന, അവിടെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുന്ന ആളുകൾക്ക് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഈ ആയത്ത് കിടക്കുന്ന സൂറത്തുൽ അഹ്സാബിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്നത് പ്രവാചകന്റെ താടി നോക്കിയിട്ടോ പ്രവാചകന്റെ വേഷവിധാനങ്ങൾ നോക്കിയിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തിലെ ഇബാദത്തുകളുടെ കൂടെ റസൂൽ ചെയ്യുന്ന സുന്നത്തുകൾ നോക്കിയിട്ടോ അല്ല ഈ പറയുന്നത്. പക്ഷെ എല്ലാത്തിലും പ്രവാചകന്റെ മാതൃകയുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നമുക്ക് മാതൃകയുണ്ട്. പക്ഷെ ഈ ആയത്ത് ഇറങ്ങുന്നത് അഹ്സാബ് യുദ്ധം നടക്കുന്ന, ഖന്തഖ് യുദ്ധം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന സഖ്യസേനകൾ മുഴുവൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് വന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബ കിറാമുകളോടൊപ്പം കിടന്നു കുഴിച്ചുകൊണ്ടിരിക്കെ ആ സംഭവം നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി പട്ടിണി സഹിക്കവയ്യാതെ അവർ പ്രവാചകന്റെ മുന്നിൽ ആവലാതിയുമായിട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇന്ന് ആവലാതിയുമായി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ പല രൂപങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ, അറബ് രാജ്യങ്ങളുടെ മുന്നിൽ, അറബ് നാടുകളിലെ തമ്പുരാക്കന്മാരുടെ മുന്നിൽ, ഫലസ്തീനിലെ ഒരു ജനത മുഴുവൻ ഇതുപോലെ കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി അവർ അവരുടെ വയറിങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഒറ്റക്ക് ഈ മസ്ജിദുൽ അഖ്സയെ സംരക്ഷിക്കുവാൻ. അവർ അവരുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അവർ പൊരുതുന്നത്. മസ്ജിദുൽ അഖ്സ എന്ന് നമുക്ക് കൂടി ബാധ്യതയുള്ള, അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കുവാൻ നമുക്ക് കൂടി ബാധ്യതയുള്ള, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അൻ യുദ്കറ ഫീ അസ്മുഹു വസഅ ഫീ ഖറാബിഹാ
അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞ, അല്ല നമ്മൾ മുഴുവൻ തടഞ്ഞ, നമുക്ക് കൂടി ബാധ്യതയുള്ള നമ്മുടെ ഒന്നാമത്തെ ഖിബലയായിരുന്ന മുസ്ലിം സമൂഹം ആദ്യമായിട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന മസ്ജിദുൽ അഖ്സ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അമ്പിയാക്കൾക്ക് മുഴുവൻ ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു എന്ന് ഹദീസിന്റെ കിതാബിൽ പറയപ്പെടുന്ന ആ മസ്ജിദുൽ അഖ്സ സംരക്ഷിക്കുവാൻ, അത് മാത്രമല്ല മസ്ജിദുൽ അഖ്സക്ക് ഒരുപാട് പോരിശകളുണ്ട്. ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ തീർത്ഥാടനം അനുവദിച്ചു നൽകിയ 3 പള്ളികളിൽ ഒരു പള്ളി മസ്ജിദുൽ അഖ്സയാണ്. ആ മസ്ജിദുൽ അഖ്സ അമ്പിയാക്കളുടെ പാദസ്പർശമേറ്റ ഒരുപാട് അമ്പിയാക്കൾ ജീവിച്ച മണ്ണാണത്. ആ മസ്ജിദുൽ അഖ്സ ഇന്ന് യഹൂദികളുടെ കൈകളിലാണ്. അതിനു വേണ്ടിയിട്ട് പടപൊരുന്ന ഒരു ജനത അവരവരുടെ വയറ്റത്ത് ഇതുപോലെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകുന്ന ഒരു നേതാവിന്റെ മുന്നിൽ അവർ പോയിട്ട് ആവലാതി പറയുമ്പോൾ പ്രവാചകൻ വാക്കുകൾ കൊണ്ടല്ല അവരെ ആശ്വസിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ സുഖലോലുപതയിലല്ല ആ സമയത്തുള്ളത്. പ്രവാചകനും അവരെ പോലെ അതുപോലെ കിടങ്ങു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ട് കുപ്പായം പൊക്കിയിട്ട് വസ്ത്രത്തിനടിയിൽ കാണുന്ന ഒരു കല്ലിങ്ങനെ കാണിച്ചിട്ട് അവർ പ്രവാചകനോട് പറഞ്ഞു, വിശപ്പ് സഹിക്കവയ്യാതെ അങ്ങേയറ്റം അവശരായിട്ടാണ് റസൂൽ ഞങ്ങൾ പണിയെടുക്കുന്നത്, കണ്ടോ ഞങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. റസൂൽ തന്റെ വസ്ത്രം ഇതുപോലെ പൊക്കിയിട്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നില്ല. പ്രവാചകന്റെ വയറ്റത്ത് ആ സമയത്ത് 2 കല്ലുകളുണ്ട്. ഈ കല്ലുകളായി ഇന്ന് അറബ് തമ്പുരാക്കന്മാരുടെയും അറബ് നാടുകളിൽ സുഖലോട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, സുഖത്തോടു കൂടിയിട്ട് ആനന്ദത്തോടുകൂടി എല്ലാ തരത്തിലുള്ള പടപ്പടപ്പിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് നമുക്കൊക്കെ ബാധകമാണ്. ഇവിടെ നമ്മളൊക്കെ ഓർക്കേണ്ടുന്ന ഒരു പാഠം ഇതാണ്. ഈ പാഠമാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റേണ്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വയറ്റത്ത് 2 കല്ലുകളാണ്. ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. നിങ്ങൾ ഈ പണിയെടുക്കുന്നത് പാരത്രിക ലോകം ആഗ്രഹിച്ചും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള സന്തോഷത്തോടും കൂടിയിട്ടാണെങ്കിൽ സ്വഹാബാ കിറാമുകളെ നിങ്ങൾക്ക് ഈ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നമ്മൾ അറിയണം, ആ മാതൃക റസൂലിന്റെ വേഷവിധാനങ്ങളിലല്ല, രൂപങ്ങളിലല്ല ഈ പഠിപ്പിക്കപ്പെടുന്നത്. ഞാൻ പറയുന്ന ആ റസൂലിനെ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് മാതൃക കിട്ടും. റസൂൽ ഏറ്റവും നല്ലൊരു ലീഡറാണ്, റസൂൽ ഏറ്റവും നല്ലൊരു നായകനാണ് എന്നതാണ് നേർക്കുനേരായത്ത് പഠിപ്പിക്കുന്ന പാഠം. അവിടെ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഈ ലോകത്ത് എല്ലാ സമൂഹത്തോടും നീതി കാണിച്ച, നീതിയുടെ ഏറ്റവും വലിയ കാവലാളായിട്ട് ലോകത്തുയർന്നു നിന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ യതീമക്കളുടെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. യതീമക്കളോട് നീതി കാണിച്ച, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച, യതീമക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തെ ഇത്രമേൽ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകനെ, ഒരു നായകനെ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. ലോക സമൂഹത്തിൽ വേറെ ഇങ്ങനത്തെ ആളുകളില്ല എന്നുള്ളതാണ്. ആ പ്രവാചകന്റെ നീതി അവിടെ മാത്രമല്ല, പ്രവാചകൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ തരയേണ്ടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ദുർബലരായ ആളുകൾക്കിടയിലാണ്, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന, സമൂഹത്തിൽ പുറന്തള്ളപ്പെടുന്ന മിസ്കീനുകളായ, അഗതികളായിട്ടുള്ള, അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് റസൂൽ ഇങ്ങനെ വല്ലാതെ വാചാലമായിട്ട് പറയും. വിധവകളുടെ വിഷയത്തിൽ റസൂൽ പറയും, വിധവകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ, മിസ്കീനുകളായ ആളുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമര പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഒരു പടയാളികൾക്ക് തുല്യമാണ് അവർക്കുള്ള പ്രതിഫലം. വിധവകളായ സ്ത്രീകൾ അവരുടെ കഷ്ടപ്പാടെന്താന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജനിക്കുമ്പോൾ ഉമ്മ വിധവയാണ്. ആ ഉമ്മയുടെ വേദന കണ്ടറിയുന്ന ഒരു കുട്ടിയാണ് പ്രവാചകൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമൂഹത്തിലെ എല്ലാ ദുർബലരാക്കപ്പെട്ട വിഭാഗങ്ങളോടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ നീതി കാണിക്കുന്നുണ്ട്. സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് തന്നെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് അനീതികൾക്ക് ഇരയാക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ അനീതിയോടൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അനീതികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അനീതികളുടെ സംരക്ഷകരും കാവലാളുകളും അതിന്റെ പ്രൊമോട്ടർമാരുമായി നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങളും നമ്മുടെ നാട്ടിലെ നായകന്മാരും നേതാക്കളും ഒക്കെ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകന്റെ നീതിയെക്കുറിച്ച്, പ്രവാചകന്റെ ജീവിതത്തിന്റെ സന്ദേശങ്ങളെ കുറിച്ച് നമ്മൾ ലോകത്തോട് ഉറക്കെ പറയേണ്ടി വരുന്നത്. നമുക്ക് പറയാൻ പറ്റണം, പ്രവാചകൻ സമൂഹത്തിൽ എല്ലാവരോടും നീതി കാണിച്ചൊരു മഹാനാണ്.
യതീമുകളുടെ വിഷയത്തിൽ, അഗതികളുടെ വിഷയത്തിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മൾ ഓർത്തു നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും ആദ്യമായിട്ട് ഇടപെടുന്ന ഒരു സാമൂഹിക വിഷയം പെൺകുട്ടികൾക്ക് ജനിക്കുവാനുള്ള, ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. ജനിക്കാനുള്ള അവകാശം ആ സമൂഹത്തിലുണ്ട്. പക്ഷെ ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടി എന്നൊരു സമൂഹത്തിൽ വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന വിപ്ലവകരമായ വർത്തമാനം. അന്ന് നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ അറിയണം, അന്ന് നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. നോമ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വന്നിട്ട് ഒരു ഭാഗവും വന്നിട്ടില്ല. പഴയ തലമുറ ചെയ്യുന്ന ആചാരങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോരുന്നു എന്നതിലപ്പുറം മുസ്ലിം സമൂഹം നമസ്കാരം കൊണ്ടോ, നോമ്പ് കൊണ്ടോ, സകാത്ത് കൊണ്ടോ, ഹജ്ജ് കൊണ്ടോ നിർബന്ധിക്കപ്പെട്ടിട്ടില്ല. വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതിന് ആദ്യകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച്, പരലോക ജീവിതത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളയും ഇങ്ങനെ പറയുന്ന വർത്തമാനങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ ആദ്യം പറയുന്ന വർത്തമാനം വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരുടെ നേരെ എറിയുന്ന ആദ്യത്തെ അമ്പ് അതായിരുന്നു എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അവരോട് അള്ളാഹു ചോദിക്കും. കുഴിച്ചു മൂടിയവരോടാണ് ചോദിക്കേണ്ടുന്നത്, കൊന്നവരോടാണ് ചോദിക്കേണ്ടുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ശൈലി, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ശൈലി വൈദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി അള്ളാഹു ഇങ്ങനെ മുൻനിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ ഏത് പാതകത്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത്? ആ സമൂഹത്തിന്റെ ചിത്രം അതാണ്. വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഇടപെടുന്ന ഒരു വിഷയം അതാണ്. നമ്മൾ ചരിത്രത്തിൽ നമ്മൾ അറിയണം, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സുമയ്യ ബീവി, നമ്മളെപ്പോഴും അറിയും ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി അവരാണ്. അവര് രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന് ആദ്യത്തെ ഘട്ടം എങ്ങനെയാണ്? അമ്മാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അമ്മാറിനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, പ്രവാചകനെ കൂടെ കൂടിയതിന്റെ പേരിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ പിതാവായ യാസുറും അതുപോലെ തന്നെ മാതാവായ സുമയ്യയും റളിയല്ലാഹു അൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വഹാബി, ആ വനിത സുമയ്യ റളിയല്ലാഹു തആല അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പലതവണ തടഞ്ഞു നിർത്തും. എന്നിട്ട് മകനോട് ദേഷ്യപ്പെടും, എന്തിനാണ് നീ ഈ മനുഷ്യനെ കൂടെ കൂടുന്നത്? ആ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ആയത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓതി കൊടുക്കുന്നത്. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഇതാണ് ആ പ്രവാചകൻ പറയുന്ന അധ്യാപനം. ഉമ്മ, ഇത് നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറയാൻ, എന്താ നീ പറയുന്നത്? ഒന്നുകൂടെ പറ, നീ ആ പറഞ്ഞ വർത്തമാനം. വീണ്ടും അമ്മാർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് പറഞ്ഞു വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഇതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, ഇതാണ് മനുഷ്യൻ പറയുന്നതെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ ഞാനും കൂടുന്നുണ്ട്, ഞാനും നാളെ മുതൽ മുസ്ലിം ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവര് അമ്മാറിന്റെ കൂടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ പറയുന്നത്, നിനക്കറിയുമോ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ബാക്കിയായത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. എന്റെ മൂത്ത ഈ സുമയ്യാബിയുടെ മുകളിലുണ്ടായിരുന്ന പെൺമക്കളെ മുഴുവൻ പിതാവ് ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അവസാനത്തെ കുട്ടിയായത് കൊണ്ട് മാത്രം പിതാവ് അങ്ങേയറ്റത്തെ പിതാവിനോട് മറ്റുള്ള ആളുകൾ, വീട്ടുകാർ, ഉമ്മ നിർബന്ധിച്ചത് കൊണ്ട്, ഉമ്മയും ബാക്കി വീട്ടുകാരും ഒക്കെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം, അവസാനത്തെ കുട്ടിയായത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്കിന്ന് ജീവൻ കിട്ടിയത്. എന്റെ ഒരുപാട് താത്തമാർ ഇതുപോലെ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന വർത്തമാനം നമുക്കറിയാം. ഇദാ ബുശ്ശിറ അഹദുഹും, അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന വർത്തമാനം, ഖുർആൻ എത്ര പരിഹാസത്തോട് കൂടിയിട്ടാണ് വിഷയം പറയുന്നത്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജുഹു മുസ്വദ്ദുൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂൻ അം യദ്സുഹു ഫിത്തുറാബ് അലാ സാഹ മാ യഹ്കുമൂൻ. വിശുദ്ധ ഖുർആൻ പറയാൻ, ഒരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത എങ്ങാനും അവരുടെ മുന്നിൽ പോയിട്ട് പറയപ്പെട്ടാൽ, സന്തോഷ വാർത്തയാണ് പോയിട്ട് പറയുന്നത്, ലല്ല വജഅഹു മുസ്വദ്ദുൻ, അവരുടെ മുഖങ്ങളൊക്കെയും കരുവാടിച്ചു പോകും, കറുത്തിരുണ്ട് പോകും. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, ജനിച്ചത് പെൺകുട്ടിയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ ആ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കും. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂൻ അം യദ്സുഹു ഫിത്തുറാബ്, എല്ലാവിധ നിന്ദതയും പേറി ആളുകൾ കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അപമാനത്തോടു കൂടിയിട്ട് ഞാൻ ഈ പെൺകുട്ടിയെ പോറ്റി വളർത്തണോ, അതല്ല ഈ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടണോ? ഇതാണ് അവരുടെ മനസ്സിലുള്ള ചർച്ച. ഇതാണ് ഈ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങുന്നത്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ പേരിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് ശബ്ദമുയർത്തുന്നത്. അവരുടെ ജനിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തോട്, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പറയാറുള്ളത് മുസ്ലിം സമൂഹത്തോട്
ഈ മുസ്ലിം സമൂഹം സ്ത്രീകളോട് വല്ലാതെ അനീതി കാണിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ അവകാശങ്ങൾ മുഴുവൻ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാചാലമായിട്ട് സംസാരിച്ചത് ആദ്യത്തെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വർത്തമാനം പറയുന്നത്. അവസാനത്തെ യാത്രയിൽ പോലും, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം. ഖിയാറുക്കും ഖിയാറുകുൽ നിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ മാന്യത അളക്കേണ്ടുന്നത് സമൂഹത്തിൽ അവർ കാണിക്കുന്ന ചിരിയുടെയും അവർ കാണിക്കുന്ന മാന്യമായ പെരുമാറ്റത്തിന്റെയും പേരിലല്ല, വീടിനകത്ത് അവരുടെ ഭാര്യമാരുമായിട്ട് പെരുമാറുന്നിടത്ത്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ വർത്തമാനങ്ങൾ കൊണ്ട് പറയുന്നതിനപ്പുറം ആ റസൂലിന്റെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ, പ്രവാചകന്റെ കുടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരുപാട് ഭാര്യമാരോടൊപ്പം ജീവിക്കുവാൻ അവസരം കിട്ടിയിട്ട് അതും ആളുകൾ വിമർശിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോട് ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം, പ്രവാചകൻ അങ്ങനെ ഒരുപാട് ഭാര്യമാരെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. പക്ഷെ പ്രവാചകൻ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് 40 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹയെയാണ്. ആ ചരിത്രം നമുക്കറിയാം. പക്ഷെ ഇത് നമ്മൾ സമൂഹത്തോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇണയായി സ്വീകരിക്കുന്നത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത് അബ്ബാസ് റളിയല്ലാഹു, ആ സമയത്ത് പ്രവാചകന്റെ സംരക്ഷകനായിട്ടുണ്ടായിരുന്ന അബൂ ത്വാലിബ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മക്കയിൽ ഏത് മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന യുവാവാണ് മുഹമ്മദിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് അബൂ ത്വാലിബാണ് നിക്കാഹിന്റെ ഖുത്ബയൊക്കെ നടത്തുന്നത്, ഒരു സ്ഥിര സംസാരമൊക്കെ നടത്തുന്നത്. ഞാൻ ആ കല്യാണത്തിന്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല, അവരെ കുറിച്ച് നമ്മൾ അറിയണം. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് റസൂലിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടുന്നത്. പ്രവാചകന്റെ ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങളുടെ മാതാക്കളാണ്, നമ്മുടെ ഉമ്മമാരാണ് ഈ പ്രവാചകന്റെ പത്നിമാരെന്നുള്ളത്. അവരെ കുറിച്ച് നമ്മൾ അറിയണം. ആ പ്രവാചകന്റെ പത്നിമാരുടെ വേദനകൾ അറിയണം. അവർ പ്രവാചകനോടൊപ്പം അനുഭവിച്ച കഷ്ടപ്പാടിന്റെയും അവരനുഭവിച്ച ത്യാഗത്തിന്റെയും ഒക്കെ ആ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. ആ പ്രവാചകനെ കുറിച്ചുള്ള അധ്യാപനം, പ്രവാചകനെ കുറിച്ചുള്ള പഠനം പൂർത്തിയാകുന്നത് ഈ പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച്, പ്രവാചകന്റെ മക്കളെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. ഞാൻ പറയുന്നത്, പ്രവാചകന്റെ കുടുംബജീവിതത്തിനകത്തേക്ക് നമ്മൾ വന്നാൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് 25 വർഷക്കാലം പ്രവാചകൻ തന്റെ വൈവാഹിക ബന്ധം, തന്റെ ദാമ്പത്യ ജീവിതം മുഴുവൻ പുലർത്തുന്ന ഒരൊറ്റ സ്ത്രീയോട് മാത്രമാണ്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരെ വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് പ്രവാചകന്റെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് പ്രവാചകൻ ആചാരമായിട്ട് പറയും, സ്വഹാബാക്കളോട് മുന്നിൽ വെച്ച് പറയും. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം മദീന ജീവിതത്തിൽ മറ്റു പല ഭാര്യമാരുടെ മുന്നിൽ വെച്ച് പല സമയത്തും പ്രവാചകൻ ഖദീജയെ കുറിച്ച് ഓർക്കും. അവരുടെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും ധനം, പൈസ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. എല്ലാ മനുഷ്യരും എന്നെ നിഷേധിച്ചൊരു സമയത്ത്, ആരും എന്നെ കൂടെ കൂടാത്തൊരു സമയത്ത് എന്റെ കൂടെ കൂടുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്ത മഹതിയാണവർ. ഇതിങ്ങനെ പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ആ ജീവിതത്തിൽ കാണിച്ച നീതിയുടെ ഭാഗം നമുക്ക് മനസ്സിലാവുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സിൽ നബിയായിട്ട് വരുമ്പോഴാണ്. ഇറാഖിൽ നിന്ന് പേടിച്ചു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമിലുനി യാ ഖദീജ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഖദീജ ബിയുടെ അരികിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകനെ കുറിച്ച് ഖദീജ റളിയല്ലാഹു തആല പറയുന്ന വാക്കുകൾ നമ്മൾ ആലോചിച്ച് നോക്കണം. 15 വർഷക്കാലം തന്റെ കൂടെ ജീവിച്ച ഒരു ഭർത്താവിനെ കുറിച്ച് ഒരുപാട് പരാതികളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായേക്കാം, എന്തെങ്കിലുമൊക്കെ കുറവുകൾ പക്ഷേ ഈ സ്ത്രീകൾ കണ്ടുപിടിച്ചേക്കാം. പക്ഷെ ഖദീജ റളിയല്ലാഹു തആലയുടെ ഒരു കുറവും ഒരു ന്യൂനതയും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാനില്ലായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്ന് മാത്രമല്ല, അവർ ആശ്വസിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ അവിടെ പോയിരുന്നത്, ആരാണ് നിങ്ങളോട് ഒറ്റയ്ക്ക് പോയിട്ടാൽ വെയിലിരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ ബേജാറാക്കുകയല്ല, പ്രവാചകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറയുന്ന വർത്തമാനം പ്രവാചകൻ ഒരുപാട് ക്വാളിറ്റികൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട്
ഞങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് വരെയും ആലു മുഹമ്മദ് നബിയുടെ കുടുംബമല്ലോ, മുഹമ്മദ് നബിയുടെ ഭാര്യമാരും മക്കളും 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. 2 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ വയറ് കടച്ചില്ല. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റത്തെ ദിവസം പട്ടിണി കിടക്കണം. അതായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്നുള്ളതാണ്. പക്ഷെ ആ പത്നിമാർ, ആ നബിയുടെ ഭാര്യമാർ ഒരു ദിവസം പ്രവാചകന്റെ മുന്നിൽ ആവശ്യമായിട്ട് വരികയാണ്. പ്രവാചകൻ മദീനയിലെ വിശ്വാസികൾക്കൊക്കെ ഒരു നല്ല കാലം വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഭാര്യമാർ പറഞ്ഞു, റസൂലെ, ഇപ്പൊ മദീനയിൽ കുറച്ച് നല്ല കാലമാണല്ലോ, വിശ്വാസികൾക്കൊക്കെ നല്ല കാലമാണ്. ഒരുപാട് കാലമായി, മാസങ്ങളായി അടുപ്പുകൾ കത്തിയിട്ട്. അതവർ കണ്ണ പറയുന്നതല്ല, വെറും കാരക്കയും പച്ചവെള്ളവും മാത്രം കുടിച്ചിട്ട് ദിവസങ്ങൾ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ, കുറച്ചൊരു നല്ലൊരു ഭക്ഷണം കൂടി ഞങ്ങൾക്ക് തന്നൂടെ എന്നല്ല, ഞങ്ങളുടെ വീട് നന്നാക്കി തന്നൂടെ എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെടുന്നത്. വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ മേടിക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് മേടിക്കണം, ആധുനിക സൗകര്യങ്ങൾ വേണമെന്നുള്ള വർത്തമാനങ്ങളൊന്നും അവർ പറയുന്നില്ല. ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന ആവശ്യങ്ങളെ കുറിച്ചുള്ള പരാതികളല്ല അവർ പറയുന്നത്. ഒരു നേരമെങ്കിലും ഒന്ന് ഭക്ഷണം തന്നുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയിട്ട് പറയുന്നുണ്ട്, കുല്ലി അസ്വാജിൻ, നബിയെ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് വിളിക്കോ, എന്നിട്ട് താങ്കൾ അവരോട് പറയണം, യാ നിസാ അൻ-നബിയ്യ, പ്രവാചകന്റെ പത്നിമാരോട്, കുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീലതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസരിഉകുന്ന സറാഹൻ ജമീല. നേരത്തെ ഇവിടെ ഖുർആനിലെ ഓതിയ സൂറത്തുൽ അഹ്സാബിന്റെ ആദ്യ ഭാഗത്തിൽ കാണുന്ന ആയത്തുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരോട് വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു പറയുകയാണ്, അവരോട് പറയാൻ, നിങ്ങൾക്ക് ദുനിയാവ് വേണോ? ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീലതഹ, നിങ്ങൾക്ക് ദുനിയാവിലെ വിഭവങ്ങളുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് ഭക്ഷണം നൽകാം, മതാഅകൾ നൽകാം. ഫഉമത്തിഉകുന്ന വഉസരിഉകുന്ന സറാഹൻ ജമീല, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോയിക്കോ, ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കി തരാം. നമ്മൾ ആലോചിച്ച് നോക്കണം, അവിടെ ആവശ്യം ഒരു നേരത്തെ ഭക്ഷണമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, നിങ്ങൾക്ക് വേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയും പാരത്രിക ലോകത്തെ ഭവനവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇത് പറഞ്ഞ ഖുർആൻ പറയാൻ, നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് അവിടെ ഇതിലേറെ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതിനാന്ന് വെച്ചാൽ, ഈ പ്രവാചകന്റെ പത്നിമാർ പ്രവാചകരോടൊപ്പം കഷ്ടപ്പെട്ട് പ്രയാസങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ച ആളുകളാണ്. പക്ഷെ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഒരു പരാതിയും ആ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നില്ല. പ്രവാചകൻ അവരോട് നീതി കാണിക്കുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി കാണിക്കുന്നുണ്ട്. സ്വഹാബ കിറാമുകളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേറ്റത്തെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പ്രവാചകൻ പെരുമാറുന്നത്. നമ്മളിത് കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ സ്നേഹിക്കുന്നുണ്ട്. സ്വഹാബാക്കൾ മാത്രമല്ല, നമ്മളെയും പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത്, ലഖദ് കാന ലക്കും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിതും, ആ പ്രവാചകൻ നിങ്ങൾ കഷ്ടപ്പെടുന്ന പ്രവാചകൻ സഹിക്കൂല. മുസ്ലിം ഉമ്മത്തായ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക്, നമുക്ക് എന്തെങ്കിലും പ്രയാസം എന്ന് കേട്ടാൽ സഹിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ എന്നുള്ളതാണ്. ആ പറയുന്നതിന് മറ്റൊരു ധ്വനി ഇതാണ്, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന്റെ സംരക്ഷകനായിരുന്നു എന്നതാണ്. അസീസുൻ, അത് പറയുന്നത് അലീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതീവ തൽപരനായ ഒരു പ്രവാചകൻ, റഊഫും റഹീമുമായ, നിങ്ങളോട് വാത്സല്യനിധിയായ കാരുണ്യവാനായ ഒരു പ്രവാചകൻ. ഖുർആൻ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചാൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോകും. അത്രമേൽ വർഷമായിട്ടാണ് റസൂലിനെ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയിരുന്നത്. ലഖദ് മന്നല്ലാഹു ഇദ് ബഅസ ഫീഹിം റസൂല, അല്ലാഹു നിങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചു എന്നുള്ളത് തന്നെ അല്ലാഹു നിങ്ങളോട് ചെയ്ത ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് ഞാൻ പറയുന്ന വിഷയത്തിന് പൊരുളതാണ്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. റസൂൽ എങ്ങനെയാണ് സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളോട്, പട്ടിണി പാവങ്ങളോട്, മിസ്കീനുകളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ യതീമുകളുടെ വിഷയത്തിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിധവകളായ സ്ത്രീകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ സമൂഹത്തിൽ പുറന്തള്ളപ്പെടുന്ന
അനീതികളുടെ വർത്തമാനങ്ങൾ ഉയരുമ്പോൾ, അനീതിക്ക് വേണ്ടിയിട്ട് ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ, നീതിക്ക് വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുകയും അള്ളാഹുവിന്റെ സാക്ഷികളായിക്കൊണ്ടിട്ട് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളണം, നീതിയുടെ സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളണം എന്നത് ഖുർആനിന്റെ പാഠമാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മൾ നീതിയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ റസൂലിന്റെ നീതിയെ കുറിച്ച് നമ്മൾ പറയണം. അമുസ്ലിങ്ങളായ ആളുകളോട് പോലും പ്രവാചക കാലത്തുണ്ടായിരുന്ന ജൂതനായ ഒരു മനുഷ്യൻ, ആ ജൂതനായ മനുഷ്യന്റെ കാര്യത്തിൽ ചെറിയൊരു തെറ്റ് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ പടയെങ്കി മോഷ്ടിച്ച് യുദ്ധത്തിനടിയിൽ ഈ പടയെങ്കി മോഷ്ടിച്ചിട്ട് കട്ടെടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഒരു ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ജൂതൻ വിചാരിച്ചു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണെന്ന് കരുതിയിട്ട് അയാൾ വീടിനകത്ത് എടുത്തു വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് കട്ടെടുത്ത മുതലാണെന്ന് അറിയുകയും ഈ കട്ടെടുത്ത മുതൽ കൊണ്ടുവന്ന ആൾ ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല എന്ന് നിഷേധിക്കുകയും ജൂതനാണത് കട്ടെടുത്തത് എന്ന് സാഹചര്യ തെളിവുകൾ വെച്ച് അയാളുടെ മേൽ കുറ്റം ആരോപിക്കുകയും അങ്ങനെ റസൂലിന്റെ കോടതിയിലേക്ക് വിഷയമെത്തുകയും റസൂൽ നോക്കുമ്പോൾ സാഹചര്യ തെളിവുകൾ മുഴുവൻ ജൂതനെതിരാണ്. ജൂതന് വേണ്ടിയിട്ട് നീതി പറയുവാൻ, സാക്ഷി പറയുവാൻ ആരുമില്ലാതിരിക്കുകയും ഒരു തെളിവില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് റസൂൽ അയാൾക്കെതിരെ ഒരു വിധി പ്രസ്താവിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് സൂറത്തുൽ നിസായിൽ അല്ലാഹു ആയത്തുകൾ തുടരെ ഇറക്കുന്നത്. എട്ടോളം ആയത്തുകൾ ഒരു ജൂതന്റെ നീതിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കുന്നുണ്ട്. അതിൽ അല്ലാഹു പറയുന്നത് വലാ തഖുല്ലിൽ ഖായിനീന ഖസീമ, ഈ ചതിയന്മാരായ വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്നവരായിട്ട് റസൂലെ താങ്കൾ മാറരുത്. ആരാണ് ഈ വഞ്ചകന്മാരെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിലെ ആളുകളാണ്. അവർ ഈ ജൂതനോട് കാണിച്ച ചതിയുടെ പേരിൽ ആ ജൂതനെതിരെ താങ്കൾ വിധി പറഞ്ഞു പോകരുത് എന്നതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അതുകൊണ്ട് നമുക്കൊരു സമൂഹത്തോട് ഉറക്കെ പറയാൻ പറ്റണം, നീതി കാണിക്കുന്നിടത്ത് രക്തബന്ധങ്ങൾ റസൂൽ പരിഗണിച്ചിട്ടില്ല. സ്വന്തം സമുദായമാണോ ആദർശബന്ധമാണോ എന്ന് റസൂൽ നോക്കിയിട്ടില്ല. നമുക്കറിയാലോ പ്രവാചകൻ ഏറ്റവും പ്രസിദ്ധമായ വചനം ഫാത്തിമ റളിയല്ലാഹു തആലയെ കുറിച്ച് പ്രവാചകൻ മക്കളോട് കാണിച്ച നീതിയുടെ ഭാഗം പഠിക്കണമെന്ന് നമ്മൾ ഫാത്തിമയോട് കാണിക്കുന്ന പ്രവാചകന്റെ സ്നേഹത്തിന്റെ വശം മാത്രം പഠിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിന്റെ മാതൃക ജീവിതത്തിൽ എല്ലാ വശത്തും ഒരു പിതാവ് എന്ന നിലക്ക് മക്കളോട് എങ്ങനെ പെരുമാറണം എന്നതിന്റെ ഏറ്റവും നല്ല മാതൃക ഫാത്തിമയോട് റസൂൽ കാണിക്കുന്ന ജീവിതത്തിന്റെ രീതികളിൽ നിന്നാണ് പഠിക്കേണ്ടത്. പേരമക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ചോദിച്ചാൽ നമസ്കാരത്തിന്റെ സമയത്ത് പോലും സ്വന്തം പിരടിയിൽ കയറിയിരിക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരോട്, പ്രവാചകന്റെ പേരക്കുട്ടികളോട് അവർക്ക് വേണ്ടിയിട്ട് സുജൂദിനെ ദീർഘിപ്പിച്ച് പിറകിൽ മൗമൂമികളൊക്കെ നിൽക്കുന്നുണ്ട്. റസൂൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു പിരടിയിൽ കയറിയിരിക്കുകയാണ്. ആ കുട്ടിയെ തോളിൽ നിന്ന് ഇറക്കി വിടാതെ കുറേ നേരം സുജൂദിൽ കിടന്നു. ശദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിസ്കാരത്തിൽ താഴ്ന്ന് പൊന്തിച്ചു നോക്കി, എന്താ റസൂൽ പൊന്താത്തത്, എന്തെങ്കിലും അപകടം പറ്റുമെന്ന് വിചാരിച്ച് നോക്കുകയാണ്. അപ്പൊ ഞാൻ കണ്ടു റസൂലിന്റെ തോളിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തോളിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും സുജൂദിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് റസൂൽ സുജൂദിൽ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ സഹാബാക്കളോട് ചോദിച്ചു, റസൂൽ എന്താ നിങ്ങൾ സുജൂദിൽ കുറെ കടന്ന് വഹി എന്തെങ്കിലും വന്നോ? റസൂൽ വഹി വരുമ്പോൾ അങ്ങനെയാണ്, റസൂൽ ചിലപ്പോൾ അങ്ങനെ നീണ്ടു കിടക്കും, കുറെ നേരം സുജൂദിലൊക്കെ കിടന്നു പോകും. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ല, ഈ കുട്ടിയുണ്ടല്ലോ എന്റെ ഈ പേരക്കുട്ടി ഹസൻ, അവൻ എന്റെ പെരടിയിൽ ഇരിക്കുന്ന സമയത്ത് അവനെ ഇറക്കി വിടാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ഇമാമെന്ന് നമസ്കരിക്കുമ്പോഴാണത്. മിമ്പറിൽ നിന്ന് ഖുതുബ പറയുമ്പോൾ കുട്ടികൾ വരുന്നത് കണ്ടാൽ, പള്ളിയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടാൽ റസൂൽ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. എന്നിട്ട് അവരെ കളിപ്പിച്ചിട്ട് ഓമനിച്ച് അവിടെ താഴെ എത്തിയിട്ട് റസൂൽ വീണ്ടും മിമ്പറിൽ കയറിയിട്ട് ഖുതുബ പറയും. ഇതൊക്കെ വിശ്വാസയോഗ്യമായ ഹദീസുകളുള്ള റിപ്പോർട്ടാണ്. റസൂലിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാൻ, ഈ ഭൂമി കണ്ടതിൽ വെച്ച് അഷ്റഫ് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, ഈ ഭൂമിയിലൂടെ നടന്നു പോയ മനുഷ്യരിൽ വെച്ചിട്ട് ഏറ്റവും വിശിഷ്ടനായ വ്യക്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ അവസരങ്ങൾ കൊടുക്കുന്ന ആളുകൾക്കൊക്കെയും അല്ലാഹു എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ ഈ ഒരു സംഗമത്തിന് അവസരമൊരുക്കിയ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനും ബാബ, അദ്ദേഹത്തിന്റെ മകൻ, ഫാമിലി എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സൗകര്യം നമുക്ക് ഏർപ്പാട് ചെയ്തത്, അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നന്ദി കൂടി പറയാൻ വേണ്ടി പറഞ്ഞത്, ഇതിൽ ഖിറാഅത്തിന് സ്വാഗതം പറഞ്ഞ അബ്ദുള്ള സാഹിബ്
അതുപോലെ തന്നെ ഖിറാഅത്ത് നടത്തിയ ആസാബിസ്മി, ക്ലാസ് നടത്തിയ സത്താർ മുമ്പാട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം, എളിയ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.